ആ കാലഘട്ടത്തെ ഏറ്റവും വലിയ നന്മ എന്താ? ഒരാൾ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. എപ്പോ? പരിശുദ്ധ കാബയിലേക്ക് റസൂല് ഖിബില മാറ്റിയിരുന്നുവെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. ജൂതന്മാർ, ക്രിസ്ത്യാനികൾ അവരെല്ലാവരും വിചാരിച്ചു പരിശുദ്ധ കാബയിലേക്കായിരിക്കും ഖിബില. പക്ഷേ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. അള്ളാന്റെ തീരുമാനം അതായിരുന്നു. റസൂൽ ആഗ്രഹിച്ചു ഖിബില കാബയിലേക്ക് മാറ്റാൻ. സ്നേഹത്തോടെ നിങ്ങൾ ചിന്തിക്കണം. പകയല്ല പ്രധാനം, വിദ്വേഷമല്ല പ്രധാനം, സത്യത്തിന്റെ വെളിച്ചമാണ് പ്രധാനം. നിങ്ങൾ ചിന്തിക്കേ, അള്ളാന്റെ റസൂൽ ആഗ്രഹിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ കാബത്തിലേക്ക് ഖിബില മാറ്റാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സഹാബികൾ ആഗ്രഹിച്ചു, ജൂതന്മാർ പോലും മനസ്സിൽ വിചാരിച്ചു, ക്രിസ്ത്യാനികൾ അംഗീകരിച്ചു, ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ വരാനുള്ള സാധ്യതയുണ്ടായി. എന്നിട്ട് പോലും അള്ളാന്റെ റസൂൽ എന്തുകൊണ്ട് പരിശുദ്ധ കാബയിലേക്ക് ഖിബില മാറ്റിയില്ല? വഹി വരുന്നത് വരെ എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. ഇസ്ലാമിക ചരിത്രത്തിലെ കാതലായ വശം സൂറത്ത് ബഖറ 2-ാം അധ്യായം 144-ാമത്തെ വചനം. കദിനറ പ്രവാചക, നാം കാണുന്നുണ്ട് അങ്ങയുടെ കണ്ണുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത്. അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ട ഖിബിലയിലേക്ക് ഇനി തിരിഞ്ഞോളൂ എന്ന അസർ നമസ്കാരത്തിൽ ആയത്തിറങ്ങിയപ്പോ മസ്ജിദുൽ ഖിബിലത്തൈനി എല്ലാവർക്കും അറിയാം ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നത് അവിടെയാണ്. സഹോദര, അള്ളാന്റെ വഹി വരുന്നവരെ ഖിബില മാറ്റാൻ റസൂൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഉമർ അംഗീകരിച്ചിട്ട് കാര്യമില്ല, ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. വഹി വരണം. വഹിയില്ലാത്തത് ദീനാവുകയില്ല. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയും നിങ്ങളെ കൂട്ടിക്കളിയല്ല, നിങ്ങളെ തമാശക്കളിയല്ല. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഈ ഓരോ സമ്മേളനം കഴിയുമ്പോൾ ലക്ഷോപലക്ഷം ആളുകൾ ഈ പ്രസ്ഥാനത്ത് കൂടുന്നത് വെറുതെ ഉണ്ടായതൊന്നല്ല, ചോറ് കൊടുത്തിട്ടും ചായ കൊടുത്തിട്ടൊന്നും ഉണ്ടാക്കിയല്ല. ഇപ്പൊ കേരളത്തിൽ 5-6 കൊല്ലത്തിന് ഇങ്ങോട്ട് ഒരുപാട് മുസ്ലിയാക്കന്മാർ വന്നല്ലോ, ഒരുപാട് ധാരിമിമാർ വന്നല്ലോ, 25 കൊല്ലത്തിന്റെ സമസ്തയുടെ പാരമ്പര്യമുള്ള മഹാപണ്ഡിതന്മാർ വന്നല്ലോ. എന്തേ അവർ ജമാഅത്തെ ഇസ്ലാമി പോകാതിരുന്നു? എന്തേ അവർ മടവൂരികളിൽ പോയിരുന്നു? എന്തേ അവർ തബ്ലീഗ് പോകാതിരുന്നു? എന്തേ അവർ NDF പോകാതിരുന്നു? എന്തേ അവർ സിമിയിൽ പോകാതിരുന്നു? എന്തേ അവർ PDP പോകാതിരുന്നു? എന്തേ അവർ കേരള നേതൃത്വത്തിൽ മുജാഹിദിലേക്ക് വന്നു? അള്ളാഹുവിന്റെ ദീൻ ഇതാണ് ഇസ്ലാം എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവർ കിതാബ് തിരിയുന്നവരായതുകൊണ്ട്, സത്യത്തെ ആഗ്രഹിച്ചതുകൊണ്ട് ആ സത്യത്തിലേക്ക് അവർ പ്രവേശിച്ചു. എന്തുകൊണ്ട് അവരില്ല മഹാഭൂരിപക്ഷം വേറൊരു പ്രസ്ഥാനം തെരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് കേരളത്തിൽ മുജാഹിദുകളിൽ KNM കൂടുതൽ പള്ളി ഉണ്ടാകുന്നത്, കൂടുതൽ സ്ഥാപനം ഉണ്ടാകുന്നത്? ഈ 5 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പള്ളി ഉണ്ടാക്കിയ മുജാഹിദുകളാണ്. ഒരു നാട്ടില് സുന്നികൾ മാത്രം ജീവിക്കുന്നിടത്ത് 2 പള്ളി ഉണ്ടാകുന്ന മുജാഹിദ് എന്നതിന്റെ അർത്ഥം എന്താ? മുജാഹിദുകൾ എണ്ണം കുറയുന്നോ വണ്ണം കൂടുന്നോ? സമസ്ത എണ്ണം കൂടുന്നോ സമസ്ത എണ്ണം കുറയുന്നോ? എന്താ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത്? നാദാപുരത്ത് 8 ഖണ്ഡനങ്ങൾ നടന്നു. 8 ഖണ്ഡനങ്ങൾ, 800-ലധികം ആളുകൾ അവിടെ ഇങ്ങോട്ട് പോന്നു. ഉണ്ടായില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, നാദാപുരത്ത് പേരോട് 7 തവണ വന്നു. സുന്നിക്ക് പുതിയ പള്ളി ഉണ്ടായോ? പുതിയ കെട്ടിടം ഉണ്ടായോ? അൽ ഫുർഖാൻ ഉണ്ടായി, പുതിയ 2 പള്ളികളുണ്ടായി. ലക്ഷോപലക്ഷം ആളുകൾക്ക് വെളിച്ചമെത്തിച്ചു കൊടുത്തു. ആ കേസറ്റുകൾ സമസ്തയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു എന്നല്ലാതെ തൗഹീദിന്റെ ഒരാളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ എത്ര തന്നെ ശ്രമിച്ചാലും അതിന് സാധ്യമല്ല എന്ന ഖുർആനിന്റെ 9-ാം അധ്യായം 31, 32, 61-ാം അധ്യായം 8, 9 വചനങ്ങൾ എത്ര വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു ദിക്ർ പഠിപ്പിച്ചു റസൂലുള്ളാഹി സഹാബിയെ. ആ സഹാബിനോട് ഏട്ടി ചെല്ലാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ വബി നബിയിക്കല്ലദീ അർസൽത എന്നത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് മാറ്റി. സഹാബി നബി ചോദിച്ചു, നീ എന്താ ചൊല്ലിയത്? വബി റസൂലിക്കല്ലദീ അർസൽത. നബി എന്നത് മാറ്റി റസൂൽ എന്നാക്കി. നബി എന്ന പദത്തേക്കാൾ ശ്രേയസ്കരമാണ് റസൂലി എന്ന പദം. എന്നിട്ട് റസൂൽ പറഞ്ഞു അള്ളാന്റെ വഹിയാണ്, മാറ്റാൻ അവകാശമില്ല. വബി നബിയിക്കല്ലദീ അർസൽത. അപ്പോ ഒരു നബി എന്നത് റസൂൽ പോലും ആക്കാൻ അവകാശമില്ലെങ്കിൽ 27-ാം രാവിന്റെ പുണ്യവും പ്രതീക്ഷിച്ച് മലപ്പുറത്തെ സലാത്ത് നഗറിൽ ഒരു സലാത്ത് ഉണ്ടാക്കാൻ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്? അള്ളാന്റെ റസൂലിനില്ലാത്ത അവകാശം നിങ്ങൾ ആർക്കൊക്കെ വകവെച്ചു കൊടുത്തു? ഇത് ചിരിച്ച് തള്ളേണ്ടതല്ല, തമാശ പറഞ്ഞ് തള്ളേണ്ടതല്ല. അള്ളാന്റെ റസൂലിന് പോലും വകവെച്ചു കൊടുക്കാത്ത മഖാം ഇബ്രാഹിമിന്റെ പിറകില് 2 റക്അത്ത് നിസ്കരിച്ചൂടെ എന്ന് ആരാ ചോദിച്ചത്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ്. അദ്ദേഹത്തിന്റെ നാവിലൂടെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു വഹിയിലൂടെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഉമർ ഇബ്നു ഖത്താബ് മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ചൂടെ?
പരിശുദ്ധ കഅബത്തിങ്കൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ, ഇബ്രാഹിമിന്റെ മക്കാം എന്ന് പറഞ്ഞ ഇവിടുത്തെ മക്കാമാണെന്ന് കരുതണ്ട, അദ്ദേഹം നിന്ന സ്ഥലം എന്നീനർത്ഥമുള്ളൂ. അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ ചോദിക്കുന്നത് ഉമർ നിസ്കാരത്തെ പറ്റിയാണ് ചോദിക്കുന്നത്, ഫാത്തിഹ ഓതട്ടെ എന്നാണ് ചോദിക്കുന്നത്, റക്അത്താണ് ചോദിക്കുന്നത്, അള്ളാന്റെ മുമ്പിൽ നിസ്കരിക്കാനാണ് ചോദിക്കുന്നത്. പാടില്ല ഉമറേ, അള്ളാന്റെ ഓർഡറില്ല ഉമറേ. അള്ളാഹ് വഹി നൽകിയിട്ടില്ല. അള്ളാഹ് വഹി നൽകിയാലല്ലാതെ ഒന്ന് ദീനാവില്ല. ആ വഹി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന എന്നതോടുകൂടി അവസാനിച്ചു. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് ഏത് വിഷയം പറഞ്ഞാലും അതിനൊരു ആധികാരികത ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? ഈ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ, ഇതിന്റെ മുമ്പ് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം നടന്നില്ലല്ലോ ഇവിടെ. ആ നാടകത്തിന്റെ കേസറ്റൂടി കേൾക്കുക, ഇതും കേൾക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ആർക്ക് ഖുർആനുമായി ബന്ധം, ആർക്ക് ഇസ്ലാമുമായി ബന്ധം, ആർക്ക് ദീനുമായി ബന്ധം, ആരാണ് മതവുമായി കൂടുതൽ ബന്ധപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഞാൻ ദീർഘിപ്പിക്കില്ല, കാരണം സുഹൈർ തുങ്കത്തറ ഇനി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഞാനിവിടെ അവസാനിപ്പിക്കാം. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് ഖുർആനും സുന്നത്തും നമുക്ക് മരിച്ചു പോകണം, പരലോകത്തെത്തും, പരലോകത്തെത്തും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നരകം അങ്ങനെയല്ല, അത് കത്തിജ്വലിക്കുന്ന തീജ്വാലയാണ്. നരകം അങ്ങനെയല്ല, അത് കത്തിജ്വലിക്കുന്ന തീജ്വാലയാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു ഖരീബാ, നിങ്ങളതിനെ വിദൂരത്തായി കാണുന്നു, നാം അതിനെ സമീപസ്ഥമായി കാണുന്നു എന്ന് പറഞ്ഞ ലോകത്തിനൊരവസാനമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് അള്ളാഹു പറഞ്ഞ ആ നരകം ഭയാനകരമാണ്. ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്നു പോകാൻ സഹോദരങ്ങളെ വളരെ കാതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നരകവും സ്വർഗവും ഉള്ളത് കൊണ്ടാണ് നമുക്ക് തെളിവുകൾ പറയേണ്ടി വരുന്നത്, നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷം ഇൻഷാ അള്ളാഹ് സുഹൈർ മൗലവി നിങ്ങളോട് സംസാരിക്കും. പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിയാക്കന്മാർ മര്യാദയുള്ളവരാകണം, മുസ്ലിയാക്കന്മാർ മര്യാദയുള്ളവരാകണം. ഇരിക്കിൻ മുസ്ലിയാക്കന്മാർ, ഇരിക്കിൻ, ഇരിക്കിൻ മുസ്ലിയാക്കന്മാർ, ഇരിക്കിൻ. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ, ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ. ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ. നാട്ടുകാരെ നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? നാട്ടുകാരെ നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? നാട്ടുകാരെ നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? ഒരു സ്റ്റേജിലേക്ക് കയറി വരിക, സമ്മതല്ലാതെ, അനുവാദം ചോദിക്കാതെ, കയറണ്ടെന്ന് പറഞ്ഞിട്ട് കയറുക, ഇരിക്കുക. നോക്കി, ഇതാ മര്യാദ? ഇതാണോ മര്യാദ? ജനങ്ങളെ, നാട്ടുകാരെ നിങ്ങൾ അറിയണം, നമുക്ക് മര്യാദ പഠിപ്പിക്കേണ്ട മുസ്ലിയാക്കന്മാർ, ഉസ്താദുമാർ അനുവാദമില്ലാതെ സ്റ്റേജിലേക്ക് കയറുക. ഒരു വീട്ടിലേക്ക് കയറണമെങ്കിൽ, സ്റ്റേജിലേക്ക് കയറണമെങ്കിൽ അനുവാദം വേണ്ടേ സഹോദരങ്ങളെ? അവരെ ശരിക്കും ഫോട്ടോ എടുക്കി മക്കളെ, അവരെ ശരിക്കും ഫോട്ടോ എടുക്കി. കണ്ടില്ലേ, പ്രസംഗം കഴിഞ്ഞിട്ടില്ല, പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ, ഇങ്ങനെയുള്ള മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ നമ്മൾ മതം സംസാരിക്കേണ്ടത്? മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ മതത്തെപ്പറ്റി ചർച്ച നടത്തേണ്ടത്? മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ മതത്തെപ്പറ്റി ചർച്ച നടത്തേണ്ടത്? നാട്ടുകാരെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ബഹുമാനിച്ച, നിങ്ങൾ പിറകിൽ നിന്ന് മൗമൂമുകളായി നമസ്കരിച്ച ഈ മഹാന്മാരായ മനുഷ്യന്മാർക്ക് ഒരിഞ്ച് മര്യാദ, ഒരിറ്റ് മര്യാദ, അള്ളാഹു പഠിപ്പിച്ച മര്യാദ, റസൂല് പഠിപ്പിച്ച മര്യാദ, സഹാബത്ത് പഠിപ്പിച്ച മര്യാദ, താബീകൾ പഠിപ്പിച്ച മര്യാദ ഉണ്ടോ? ഇണ്ടോ? നിങ്ങൾ പറയൂ. നമ്മളെ പ്രവർത്തകന്മാരൊക്കെ നിരിക്കും, നമ്മളെ പ്രവർത്തകന്മാരൊക്കെ നിരിക്കും, എല്ലാവരും ഇരിക്കും. സകല മൊബൈലുകളിലും ആ മുസ്ലിയാക്കന്മാരെ ഫോട്ടോ മുഖമടക്കം പിടിക്കും. ഈ സമൂഹത്തെ മര്യാദ പഠിപ്പിക്കേണ്ട,
ഈ നാട്ടിലെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട, പള്ളിയിൽ ഇമാമത്ത് നിൽക്കേണ്ട, മദ്രസയിൽ പഠിപ്പിക്കേണ്ട, നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ട ആളുകളുടെ തനിനിറം കണ്ടില്ലേ? സ്റ്റേജിലേക്ക് കയറി വരിക സമ്മതം ചോദിക്കാതെ, അനുവാദമില്ലാതെ. ഇത് ഈ നാട്ടിലെ ഒരു ചട്ടമ്പി ചെയ്യോ? ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളും പോയിട്ട് ഒരു മനുഷ്യൻ ചെയ്യോ? ഒരു ചട്ടമ്പി ചെയ്യോ? ഇത് മതത്തിന്റെ സ്റ്റേജാ. അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാ പറഞ്ഞത്, റസൂലിന്റെ തിരിചര്യ ഓതിയാണ് പറഞ്ഞത്, സഹാബത്തിന്റെ വചനമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സമസ്ത മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചില്ലേ? അവർ വെല്ലുവിളിച്ചു. മുജാഹിദുകൾ ആരെങ്കിലും കയറി ചെന്നോ? ഇല്ല. എന്താണ് കാരണം? ഈ ജാതി മുസ്ലിയാക്കന്മാരാ പ്രസംഗിക്കുന്നത്. ഈ സ്വഭാവമുള്ള, മാനേഴ്സ് അറിയാത്ത, മര്യാദ അറിയാത്ത, സൽസ്വഭാവം എന്തെന്നറിയാത്ത മുസ്ലിയാക്കന്മാരാണ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാ കയറി ചെല്ലാത്തത്. ഇതാ കണ്ടില്ലേ സ്വഭാവം? അവരെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ പ്രവർത്തകന്മാരെല്ലാവരും ഇരിക്കണം. കലക്കാൻ വേണ്ടി വരുന്ന മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം ഇതാ. ചോദിക്കാൻ വരുന്ന മനുഷ്യന്മാരുടെ സ്വഭാവം ചോദ്യം ചോദിക്കലായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രസംഗം ആരംഭിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഇരിക്കണം, സംസാരം അവസാനിപ്പിക്കണം. എല്ലാവരും ഇരുന്നാൽ പ്രസംഗം ആരംഭിക്കും. ഇല്ലെങ്കിൽ പ്രസംഗ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കേണ്ടി വരും. മുസ്ലിയാക്കന്മാരും മുസ്ലിയാക്കന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. കൂടെ നടക്കുന്ന ചങ്ങാതിമാർ മുസ്ലിയാക്കന്മാർക്ക് മര്യാദ പറഞ്ഞു കൊടുക്കുക, അടക്കിയിരുത്തുക, മര്യാദ പഠിപ്പിക്കുക. നാട്ടുകാർ മുസ്ലിയാക്കന്മാർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണ് ഒരു സ്റ്റേജിലേക്ക് വരേണ്ടത്, എങ്ങനെയാണ് ഒരു